ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ തയ്യാറെടുക്കുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ആശ്വാസം നൽകുന്ന ഒരു പ്രധാന തീരുമാനമാണ് കേരള സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ കാറുകളും ഉപയോഗിക്കാൻ വഴിയൊരുങ്ങുകയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഓൺലൈൻ വേഡ് മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സംസ്ഥാനത്ത് ഓട്ടോമാറ്റിക് ഗിയർ കാറുകളുടെ വിൽപ്പന വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക് കാറുകളും ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിക്കാനാണ് കേരള സർക്കാരിന്റെ പുതിയ തീരുമാനം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ നടത്തിയ ചർച്ചയിലാണ് ഈ ആവശ്യം ഉയർന്നതും അംഗീകരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതും. മന്ത്രിയുമായി നടത്തിയ ഈ ചർച്ചയിലെ മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ ഓപ്ഷൻ 4-ൽ നിന്ന് 3 കുറയ്ക്കും. ഓരോ ആർ.ടി ഓഫീസിലും ലേണേഴ്സ് ടെസ്റ്റിനായി 10 ലാപ്ടോപ്പുകൾ പുതുതായി അനുവദിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിലും ലേണേഴ്സ് ടെസ്റ്റിലും പരീക്ഷാർത്ഥികളുടെ എണ്ണം 40-ൽ നിന്ന് 60 ഉയർത്തുകയോ സ്ലോട്ട് കൂട്ടുകയോ ചെയ്യും. മുടങ്ങിക്കിടക്കുന്ന ടെസ്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഡ്രൈവിംഗ് സ്കൂൾ പാർക്കിംഗ് ഏരിയ വെതർ പ്രൂഫ് ആക്കേണ്ടതില്ല. സ്കൂളിൽ ചേർത്തിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ദൂരപരിധി ഒഴിവാക്കും. സൈറ്റുകളിലെ തകരാറുകൾ മൂലമുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ കേരളത്തിന് മാത്രമായി പുതിയ സെർവർ നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു. ലേണേഴ്സിന്റെ രേഖകൾക്ക് അറ്റസ്റ്റ് ചെയ്ത കോപ്പി മതിയാകും. അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടൻ ഉണ്ടാകില്ല. കൂടാതെ കെ.എസ്.ആർ.ടി.സിക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിൽ കെ.എസ്.ആർ.ടി.സിക്ക് പ്രത്യേക പരിഗണന നൽകി 100% വിജയം ഉറപ്പാക്കുമ്പോൾ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നെത്തുന്നവരെ പരാജയപ്പെടുത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കെ.എസ്.ആർ.ടി.സിക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പുതിയ സിലബസും ഏകീകരിച്ച ഫീസും നിർണ്ണയിക്കും. തുടങ്ങിയവയാണ് ഈ ചർച്ചയിലെ പ്രധാന മാറ്റങ്ങൾ. ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓട്ടോമാറ്റിക് കാറുകൾ ടെസ്റ്റിൽ അനുവദിക്കുന്നത് നല്ല തീരുമാനമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.